ഹായ്, ഞാൻ നാജ. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ താസ് അടുക്കള. ഇന്ന് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ കിടിലൻ കെസദിയയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കെസദിയ തയ്യാറാക്കുന്നത് എൻ്റെ മോളാണ്. ക്രിസ്പി, ചീസി ആൻഡ് അബ്സല്യൂട്ട്ലി ഡെലീഷ്യസ് ആയിട്ടുള്ള കെസദിയയുടെ റെസിപ്പിയാണിത്. ഇത് സ്നാക്കായും മീലായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് സെക്കൻഡിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റും. രുചിയേറിയ ഫില്ലിങ്ങും ചീസും ചേർന്ന അസാധാരണ ടേസ്റ്റും സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ കെസദിയയുടെ കൂടെ ഗ്വാക്കമോളി, സൽസ ആൻഡ് സവർ ക്രീമാണ് കഴിക്കുന്നത്. അപ്പോൾ ഗ്വാക്കമോളിയുടെയും സൽസയുടെയും റെസിപ്പി കൂടി ഈ വീഡിയോയിലുണ്ട്. ചേർത്ത് കഴുകി നാരങ്ങ വെള്ളത്തിലിട്ടെടുത്തതാണ്. ചിക്കൻ്റെ സ്മെല്ല് വന്നിട്ട് അത് ബട്ടർഫ്ലൈ ചെയ്യണം. ഇത് കണ്ടോ, ഇതെങ്ങനെ കണ്ടില്ലേ? 2 പീസാണ് ഞാനങ്ങനെ എടുത്തേക്കണം. മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒലീവ് ഓയിൽ, ലെമൺ ജ്യൂസ്, ഉസ്റ്റർഷർ സോസ്, ക്യുമിൻ പൗഡർ, ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ, മിൻസ്ഡ് ഗാർലിക്, ഷുഗർ, സോൾട്ട് ആൻഡ് ബ്ലാക്ക് പെപ്പർ. നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഒലിവ് ഓയിൽ, നാരങ്ങ നീര്, വർസസ്റ്റർഷയർ സോസ്, ജീരകം 1 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് ടീസ്പൂൺ, ചില്ലി പൗഡർ, ഗാർലിക് ഫ്ലേക്സ്, പെപ്പർ, സോൾട്ട്, അങ്ങനെ കാണിക്കണം, ഷുഗർ, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂണോ വിസ്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ബട്ടർഫ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എടുത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ആ മാരിനേഡ് കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ മാരിനേഡ് നമുക്ക് വെജിറ്റബിൾസിനും വേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമുള്ളത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ തേച്ച് കൊടുക്കുക. എൻ്റെ മോളാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ എപ്പോഴും ഇത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഇത് തയ്യാറാക്കുന്നു പറഞ്ഞതുകൊണ്ട് അവളാണിത് തയ്യാറാക്കുന്നത്. 2 പീസ് ഞാൻ എടുത്തു വെച്ചില്ലേ, 2 പീസും ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്തു. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. ഓണിയൻ സ്ലൈസ്, അത് കുറച്ച് തിക്കായിട്ട് സ്ലൈസ് ചെയ്യണം. റെഡ് ക്യാപ്സിക്കം, അതും കുറച്ച് തിക്കായിട്ട് സ്ലൈസ് ചെയ്യുക. ഗ്രീൻ ക്യാപ്സിക്കം, പിന്നെ ഓറഞ്ച് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാരിനേഡ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ പീസും
ഈ മാരിനേഡിൽ കോട്ടാവണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ കോട്ടായിട്ടുണ്ട്. ഇതാ കണ്ടോ? അത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഈ quesadilla കൂടെ കഴിക്കുന്ന ഗുവാക്കമോളി തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവക്കാഡോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗുവാക്കമോളിയാണ്. അതിന് വേണ്ടത് 3 അവക്കാഡോ, മല്ലിയില, സവോള, തക്കാളി, ജീരകത്തിൻ്റെ പൊടി, വെളുത്തുള്ളി, നാരങ്ങാനീര്, ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് അവക്കാഡോ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ അവക്കാഡോ മുറിച്ച് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോർക്കോ ഒരു വിസ്കോ വെച്ച് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കണം. കണ്ടോ? ഇതുപോലെ നല്ലതുപോലെ മാഷ് ചെയ്യണം. അതിനുശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ടൊമാറ്റോ, ചോപ്പ് ടൊമാറ്റോ, ക്യുമിൻ പൗഡർ, ഇത് കുറച്ച് അളവിലുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആ അവക്കാഡോയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻറ്റും എടുക്കുക. മിൻസ്ഡ് ഗാർലിക്ക്, ലെമൺ ജ്യൂസ്, സോൾട്ട്. ഇനി ചേർക്കാനുള്ളത് കൊറിയാൻഡർ ലീവ്സാണ്. ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സും നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആവണം. ഈ quesadilla കൂടെ ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോഴാട്ടോ അത് കംപ്ലീറ്റ് മീലായിട്ട് വരുള്ളൂ. ഈ തയ്യാറാക്കുന്ന ഗുവാക്കമോളി നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡിനകത്ത് സ്പ്രെഡായിട്ട് ചേർത്തും കഴിക്കാം. നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും അങ്ങനെ കഴിക്കാം കേട്ടോ. അതിനും പറ്റിയ സ്പ്രെഡാണിത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗുവാക്കമോളി റെഡി ആയിട്ടുണ്ട്. ഇതിലെ ഒരു ടെക്നിക്ക് ഉണ്ട്. അതിൻ്റെ പിത്ത് എടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് ബ്രൗൺ ആവാതിരിക്കും. സവോള, കുറച്ച് മല്ലിയില, ജീരകത്തിൻ്റെ പൊടി, നാരങ്ങാനീര്, വെളുത്തുള്ളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഉപ്പ്. നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാൽസ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗുവാക്കമോളി തയ്യാറായി, സാൽസ തയ്യാറായി. പാൻ ഇങ്ങനെ ചൂടാവുമ്പോൾ സ്മോക്കിംഗ് ഹോട്ട്
രണ്ട് സൈഡും കുക്കായി കഴിയുമ്പോൾ മാറ്റി വയ്ക്കുക. ഞാൻ 2 പീസും ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ ഇതുപോലെ നീളമുള്ള സ്ട്രിപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വെജിറ്റബിളാണ്. അത് നമുക്ക് ഹോട്ട് പാനിലിട്ട് സോട്ട് ചെയ്തെടുക്കാം. ക്രഞ്ചി ആയിട്ടിരിക്കണം, ഓവർ കുക്കായി പോകരുത് കേട്ടോ. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിളും തയ്യാറായി. ഇതാണ് തോർത്തിയ. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇതാണ് നമ്മൾ quesadilla-ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് അതൊന്ന് ചൂടുള്ള പാനിലിട്ടൊന്ന് വാം ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ചെഡാർ ചീസും മൊസറല്ല ചീസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ വെജിറ്റബിൾ. അതുപോലെ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ച ആ ചിക്കൻ സ്ട്രിപ്സ് ഉണ്ടല്ലോ, അതും സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കണം. വീണ്ടും ചീസ് ചേർത്ത് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കണം, ഒട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല പാൻ ചൂടായിരിക്കുമ്പോൾ അതിലേക്ക് വെച്ച് ഒരു സൈഡ് മുരിച്ചെടുക്കണം. അപ്പോൾ ഒരു വെയിറ്റ് അതിൻ്റെ മുകളിൽ വെക്കണം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ചെറിയ പാനാണ്, അതതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. ഒരു സൈഡ് നല്ല മുരിഞ്ഞ് കഴിയുമ്പോൾ, ക്രിസ്പായി കഴിയുമ്പോൾ തിരിച്ച് അടുത്ത സൈഡും കൂടെ അതുപോലെ തന്നെ ചെയ്യണം. ഞാൻ അടുത്ത സൈഡ് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഒരു സൈഡിൻ്റെ മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ച് മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ ഗ്രില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ quesadilla റെഡി ആയിട്ടുണ്ട്. ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അടിപൊളി quesadilla, ഗുവാക്കമോളി, സൽസ ആൻഡ് സവർ ക്രീം, ഇത് 3ഉം കൂട്ടിയാണ് നമ്മളിത് കഴിക്കേണ്ടത്. അപ്പോൾ ഈ രുചികരമായ ഈ റെസിപ്പിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നമുക്ക് വീണ്ടും